അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു സാധു മനുഷ്യൻ, മതത്തിൻ്റെ ആ ഒരു വർഗീയത ഉണ്ടല്ലോ, ആ വർഗീയതയുടെ തീവ്രതയിൽ അകപ്പെട്ട് വർഗീയതയുടെ ആ ഒരു ഭീകരമായ മുഖമുണ്ടല്ലോ, ഭ്രാന്തമായ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ട, മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, മനുഷ്യർ തമ്മിൽ ഐക്യപ്പെടുത്തുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന തലത്തിലേക്ക് തരം താന്നു പോയ ഒരു മനുഷ്യനാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്നത്. അദ്ദേഹം വിഷുദിനത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ട്. അത് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഇന്നലെ കേരളത്തിലെ എല്ലാ പള്ളികളിലും ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിഷുക്കണി ഒരുക്കി മതേതരത്വം കാത്തു സൂക്ഷിച്ച എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എൻ്റെ നന്ദി. പള്ളികളിലെ വിഷുക്കണി ദർശിച്ച ഹൈന്ദവ സഹോദരങ്ങൾ അതാത് സ്ഥലത്തെ പള്ളികളിലെ വിഷുക്കണിയുടെ ഫോട്ടോ ഇട്ട് ഇതാണ് ശരിക്കുള്ള കേരളം എന്ന് ഹിന്ദു വർഗീയവാദികളായ അവന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹം ഈ ചെയ്ത പോസ്റ്റ് മുൻ DGP ആയിട്ടുള്ള സെൻകുമാർ അദ്ദേഹവും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടെ പരിഹസിക്കുകയാണ്, ഹൈന്ദവ സഹോദരങ്ങളെ പരിഹസിക്കുകയാണ്. ഏത് ഹൈന്ദവ സഹോദരങ്ങളെ? ഈ കഴിഞ്ഞ റമദാൻ മാസമായ സമയത്ത് നോമ്പുതറ സംഘടിപ്പിച്ച് മുസ്ലിം സഹോദരങ്ങളോടുള്ള സ്നേഹം പങ്കിട്ട് ആ ഒരു ഹൈന്ദവ സഹോദരങ്ങളെ പരിഹസിക്കുകയാണ്. ഇതാ വിഷു വരുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ വിഷുക്കണി ഒരുക്കിക്കൊണ്ട് നിങ്ങളോട് ഇത്തരത്തിൽ തിരിച്ച് സ്നേഹം പങ്കിട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനും പരസ്പരമുള്ള ആ ഒരു സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനുമാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ മതങ്ങളും എന്ന് പറയുന്നത് കൃത്യമായ ആദർശത്തിൻ്റെ മുകളിൽ, കൃത്യമായ ആശയത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടത് ഒന്നാണ് എന്ന് നമുക്കറിയാം. ഓരോ മതങ്ങൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ബലിപെരുന്നാളിൻ്റെ ദിവസം മുസ്ലിങ്ങളോടുള്ള ഐക്യപ്പെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ ബലിയെറുക്കാൻ സാധിക്കുമോ? കാരണം അത് ആ പറയുന്ന ഹൈന്ദവ മതത്തിൻ്റെ നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അമ്പലപ്പറമ്പിൻ്റെ അകത്ത് ബലിയർത്തുകൊണ്ട് മുസ്ലിങ്ങളോട് ഐക്യപ്പെടാൻ ഒരിക്കലും ഹൈന്ദവ സഹോദരങ്ങൾക്ക് കഴിയില്ല. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹസിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ക്രിസ്മസ് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ അമ്പലങ്ങളിലോ മുസ്ലിം പള്ളികളിലോ വൈൻ വിതരണം ചെയ്തുകൊണ്ട് അവരോടുള്ള ആ ഒരു ഐക്യപ്പെടൽ ഒരിക്കലും സാധ്യമല്ല. കാരണം ഓരോന്നിനും ഓരോന്നായ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ഓരോ മതങ്ങൾക്കും ഓരോ മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമായിക്കൊണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യണം, മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ഐക്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ഇദ്ദേഹം കരുതുന്നത്, ഇദ്ദേഹം ഇത്തരത്തിലുള്ള പോസ്റ്റിലൂടെ കരുതുന്നത്. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഓരോരുത്തരും അവരുടെ ആദർശങ്ങളിൽ, അവരുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ അപരന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുവാൻ നമുക്ക് കഴിയണം. അപരന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ അവരോടുള്ള സ്നേഹം പങ്കിടുക, ഇതൊക്കെയാണ് നമുക്ക് സാധ്യമാകുന്നത്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ മുസ്ലിം പള്ളിയിൽ വിഷുക്കണി ഒരുക്കണം എന്ന് പറയുന്നത്, അമ്പലങ്ങളിൽ ബലിയർക്കണം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് എത്രമാത്രം നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഒരു ആയുസല്ലേ അദ്ദേഹം ഇത്തരത്തിൽ വെറുതെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, റഹീമിന് വേണ്ടി 34 കോടി രൂപ കേരള ജനത ഒന്നായിക്കൊണ്ട് പിരിച്ച സമയത്തും അവിടെയും ഇദ്ദേഹം എത്തിയിരുന്നു. കേരളത്തെ അപമാനിച്ചുകൊണ്ട്, കേരളത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം അവിടെയും എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ പറയുന്ന വിഷുദിനം എന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ച് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ആ ദിനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദന പോസ്റ്റുകളുമായിക്കൊണ്ട് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തിന് ആരോടാണ് പ്രതിപത്യമുള്ളത്? ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മതക്കാരോടില്ല, സ്വന്തം നാടിനോടില്ല. ഈ ചവിട്ടി നിൽക്കുന്ന ഈ കേരള മണ്ണുണ്ടല്ലോ, ആ മണ്ണിനെ പരിഹസിക്കുന്ന എത്രയോ പോസ്റ്റുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ചേർത്ത് പിടിക്കാം, നമുക്ക് പരസ്പരം ഐക്യപ്പെടാം, നമുക്ക് പരസ്പരം സ്നേഹം പങ്കിടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.